പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഏവരെയും ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകനായ ദാവീദ് ഒരു ആത്മീയ മേഖലയിൽ വെളിച്ചം വീശുന്ന ഒരു സന്ദേശം നൽകി നമ്മളെ വളർത്താൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായം 23-24 തിരുവചനം. മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകനായ ദാവീദിലൂടെ ദൈവം നിന്നെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൽ നീ വീണാലും അത് മാരകമായിരിക്കുകയില്ല. കാരണം കർത്താവ് നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴിത്താരകളിൽ നിരാശയും ദുഃഖവും, ഞാൻ പരാജയപ്പെട്ടല്ലോ, എന്നെ ഒന്നിനും വേണ്ടല്ലോ, ഇനി എൻ്റെ ജീവിതം കൊണ്ട് എന്ത് ഗുണം എന്ന് തുടങ്ങി ഏതെങ്കിലും തരത്തിൽ തിന്മയായത് തലയിൽ ചിന്തിക്കുന്ന ഓരോ വ്യക്തിയോടും കർത്താവ് ഈ തിരുവചന ശുശ്രൂഷയിലൂടെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. നീ വീണാലും നീ തകർന്നാലും നിൻ്റെ ജീവിതത്തിൽ കർത്താവ് കൂടെയുണ്ട്. കർത്താവിൻ്റെ കരം നിന്നെ പിടിച്ചിട്ടുണ്ട്. ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിൽ എന്നെ നയിക്കണമേ. എൻ്റെ അനുദിന ജീവിതത്തിലുള്ള ഓരോ സംഭവങ്ങളുടെ നടുവിൽ നിൻ്റെ കരം പിടിച്ച് യാത്ര തിരിക്കാൻ എനിക്ക് ശക്തിയും ബലവും നൽകണമേ. തകർച്ചകളുണ്ടാകുമ്പോൾ അതെൻ്റെ അവസാനമല്ലെന്നും മറിച്ച് നിൻ്റെ കരമാണ് ബലം നൽകുന്നതെന്നും ദൈവത്തിൻ്റെ ആത്മാവെ എന്നെ പഠിപ്പിക്കണമേ, ബോധ്യങ്ങൾ നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയം ആത്മീയ മേഖലയിൽ വളർന്നു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആത്മീയ മേഖലയിൽ നമ്മളൊക്കെ വളർന്നുവെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഈ ചോദ്യം ചോദിക്കാനൊരു കാരണമുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ ഒത്തിരി ധ്യാനകേന്ദ്രങ്ങൾ വർദ്ധിച്ചു, പ്രാർത്ഥനാ കൂട്ടായ്മകൾ വർദ്ധിച്ചു. അങ്ങനെ തുടങ്ങി ദൈവിക കാര്യങ്ങളോടുള്ള താല്പര്യം എല്ലാവരുടെ ഉള്ളിൽ വർദ്ധിച്ചു കഴിഞ്ഞു. കൺവെൻഷനുകൾ ഓരോ ഇടവകളിലും നടത്തപ്പെടുന്നു. ധ്യാനകേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ തുടങ്ങി വളരെ പ്രശസ്തമാംവിധം നമ്മുടെ ഈ ദേശം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അഭിമാനിക്കാം. എന്നാൽ ഒരു വ്യക്തിയുടെ ആത്മീയതയുടെ വളർച്ച എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മളൊന്ന് ധ്യാനിക്കണം. ഒരാൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, ഒരാൾ നന്നായി സ്തുതിക്കുന്നു, ഒരാൾ നന്നായി കുരിശിൻ്റെ വഴി ചെല്ലുന്നു, ഒരാൾ നന്നായി പ്രസംഗിക്കുന്നു, ഒരാൾ നന്നായി ശുശ്രൂഷ ലീഡ് ചെയ്യുന്നു എന്നതുകൊണ്ടോ ഒരാൾക്ക് ആത്മീയതയുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇതാണ് എൻ്റെ ചോദ്യം. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഇതിനുള്ള ഉത്തരവും കണ്ടെത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കുമ്പോൾ, ഈ ആത്മീയത മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇതിനോട് ചേർക്കപ്പെട്ട മറ്റൊരു കാര്യം മനസ്സിലാക്കണം. അത് ഭക്തിയാണ്. ഭക്തി. നമ്മളൊക്കെ ആത്മീയതയെക്കാളും എനിക്ക് തോന്നുന്നു ഭക്തിയിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രകടനങ്ങളാണ്. ആത്മീയത എന്ന് പറയുന്നത് ഉള്ളിലാണ്. ഭക്തി എന്ന് പറയുന്നത് പ്രകടനങ്ങളാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, സ്വരമുയർത്തി സ്തുതിക്കുന്നു, മുട്ടുകുത്തുന്നു, എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു എന്ന് തുടങ്ങി പ്രകടനങ്ങൾ, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അനുഭവപ്പെടുന്ന അനേക പ്രകടനങ്ങളുണ്ട്. ആത്മീയതയ്ക്ക് ഇതെല്ലാം ആവശ്യമാണ്. എന്നാൽ ഭക്തിയിൽ മാത്രം ഒരു വ്യക്തിയുടെ ജീവിത വിശ്വാസ തലങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ അത് അപകടമാണ്. ഭക്തിയിൽ നിന്ന് ആത്മീയതയിലേക്ക് ഒരു വ്യക്തി വളരേണ്ടിയിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ധ്യാനകേന്ദ്രത്തിൽ, ഞങ്ങളുടെ തന്നെ ഒരു ധ്യാനകേന്ദ്രത്തിൽ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വരും. മിക്കവാറും ദിവസങ്ങൾ ഈ സഹോദരി ഒരു 10 മണി കഴിയുമ്പോൾ വീട്ടിലെ മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ച് ജോലിക്ക് പറഞ്ഞയച്ചിട്ട് ഈ സഹോദരി വന്ന് പ്രാർത്ഥിക്കും.
നന്നായിട്ട് കൂട്ടായ്മയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കും, ഭാഷാവരത്തിൽ സ്തുതിക്കും. വൈകുന്നേരം ഒരു 3:30-4 മണിയാകുമ്പം തിരിച്ചു പോകും. അപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ മാത്രമല്ല, അവിടെ വരുന്നവർക്കൊക്കെ ഈ സഹോദരി ഒരു മാതൃകയാണ്. എന്തിന്? പ്രാർത്ഥനാ മേഖലകളിൽ ഈ സ്ത്രീ ഒരു മാതൃകയാണ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഞാൻ ഈ സഹോദരിയുടെ ഭർത്താവിനെ കണ്ടു. ഭർത്താവിനെ കണ്ടപ്പോൾ ഭർത്താവിനോട് ഞാൻ ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞു, സഹോദരൻ്റെയൊക്കെ ഒരു ഭാഗ്യം, സഹോദരൻ്റെ ഭാര്യ ആ ചേച്ചി എത്ര നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, എത്ര നന്നായിട്ട് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്നു. അപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞത് ഞാൻ ഭാഗ്യപ്പെട്ട മനുഷ്യനാണെന്നാണല്ലോ, എൻ്റെ ഭാര്യയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. എന്നാൽ അതവിടെ മാത്രമേ ഉള്ളൂ, വീട്ടിൽ അങ്ങനെയല്ല. അതവിടെ മാത്രമേ ഉള്ളൂ, അത് ധ്യാനകേന്ദ്രത്തിൽ മാത്രമേ ഉള്ളൂ, വീട്ടിൽ അങ്ങനെയല്ല. അതെന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല, അല്പം കൂടെ വിശദീകരിക്കാവോ? ധ്യാനകേന്ദ്രത്തിൽ വന്ന് ഈശോയെ എന്ന് പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കും, മറുഭാഷയിലൊക്കെ സ്തുതിക്കും. വീട്ടിൽ വന്നാൽ എൻ്റെ ഭാര്യയുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേട്ടിട്ട് നാണം തോന്നുന്നു. കാരണം ഇത്രയും നേരം സ്തുതിച്ച എൻ്റെ ഭാര്യ തന്നെ വീട്ടിൽ വന്ന് ചീത്തവാക്ക് പറയുന്നു, മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, കുത്തുവാക്കുകൾ പറയുന്നു എന്നിങ്ങനെ പറഞ്ഞ് ഈ മനുഷ്യൻ പല കാര്യങ്ങളും അതിനോട് ചേർത്ത് വെച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു വെച്ചു, മറുഭാഷയിലൊക്കെ സ്തുതിക്കാൻ ഇപ്രകാരം കഴിവുള്ള എൻ്റെ ഭാര്യയ്ക്ക് എന്താ സ്വന്തം ഭാഷയിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്തത്? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്നെ കേൾക്കുന്നവരെ, നന്നായിട്ട് പുറമെ പ്രാർത്ഥിക്കും, ഭക്തി വളരെ കൂടുതലാണ്. എന്നാൽ ആത്മീയ മേഖലയിൽ നമ്മൾ അല്പം കൂടെ ആഴത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത്, ചങ്കിനോട് ചേർത്തുള്ള ജീവിത മേഖലയിൽ പലപ്പോഴും നമ്മുടെ വളർച്ച കുറവാണെന്നർത്ഥം. ഭക്തി വർദ്ധിച്ചു, നൊവേനകൾക്ക് ഇഷ്ടംപോലെ ആളുകളായി. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിലും 5 മിനിറ്റുള്ള നൊവേനയിൽ പങ്കെടുക്കണം. കാരണം അതുവഴി ചില കാര്യങ്ങൾ സാധിക്കാനുണ്ട്. വിശുദ്ധരോട് ഏറെ സ്നേഹം, ബഹുമാനമുള്ള വ്യക്തിയാണ് ഞാൻ. വിശുദ്ധരോടുള്ള വണക്കം പ്രധാനപ്പെട്ടതാണ്. എന്നാൽ വിശുദ്ധരോടുള്ള വണക്കം വർദ്ധിച്ചപ്പോൾ നിനക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസം കുറഞ്ഞോ? ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ നാളിൽ ഒരു വൈദികൻ പറഞ്ഞു കേട്ട ഉദാഹരണമാണ്. ഉദാഹരണം ഇങ്ങനെയാണ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ നോമ്പ് കാലത്ത്. അപ്പോൾ കൂട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. ആ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ വല്ലാണ്ട് കരച്ചിലാണ്, സങ്കടത്തിലാണ്. കാരണം ഈശോ അനുഭവിച്ച ഓരോ വേദനയും അവരങ്ങ് ഏറ്റെടുത്തു. ഒരു സമയം ഈശോ കുരിശും കൊണ്ട് നിലംപൊത്തി വീഴുന്ന സമയത്ത് ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലിരുന്ന ഒരു സ്ത്രീ വാവിട്ട് നിലവിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചത്രേ, വിശുദ്ധ അന്തോനിസ് പുണ്യവാള, എൻ്റെ ഈശോയെ കാത്തുകൊള്ളണേ. മനസ്സിലായോ? വിശുദ്ധ അന്തോനിസ് പുണ്യവാള, ഈശോയെ കാത്തുകൊള്ളണേ. നമ്മുടെയൊക്കെ ഭക്തി അങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ശ്രദ്ധയും താല്പര്യവും നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നർത്ഥം. പള്ളിപ്പെരുന്നാളുകൾ അങ്ങ് വർദ്ധിച്ചു. ആഘോഷം ഏത് തരത്തിൽ വേണമെന്നുള്ളതിൽ പ്രകടനങ്ങൾക്ക് നമുക്കിഷ്ടം പോലെ സമയമുണ്ട്, സൗകര്യമുണ്ട്, പണമുണ്ട്. ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മൾ ആഘോഷിക്കും. അമ്പ് പെരുന്നാൾ ഏത് തരത്തിൽ വേണമെന്നുള്ളതേ ഉള്ളൂ. കണ്ണു തുറന്നും ഹൃദയം തുറന്നും ചില കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മീയതയുടെ വളർച്ച എന്ന് പറയുന്നത് ഈ പ്രകടനങ്ങളാണോ? വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു, പ്രകടനങ്ങളല്ല. നിന്റെ ഹൃദയത്തോട് ചേർത്ത്, നെഞ്ചിനോട് ചേർത്ത് നീ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുടെ വളർച്ചയാണ് ആത്മീയത എന്ന് പറയുന്നത്. ഇതല്പം കൂടെ വ്യക്തമാക്കാൻ വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 14-ാം അധ്യായം 1-ാം തിരുവചനം, മനോഹരമായ ഒരൊറ്റ വചനം കാണാതെ പിടിച്ചോണം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 1-ാം തിരുവചനം. പൗലോസ്ലീഹ ഒരു കാര്യം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഒരൊറ്റ ലക്ഷ്യം, മറ്റൊന്നും പറയുന്നില്ല.
സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. 13-ാം അധ്യായം മുഴുവൻ സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അടുത്ത അധ്യായത്തിൻ്റെ ആരംഭം തന്നെ പൗലോസ് ശ്ലീഹ കുറിച്ച് വച്ചിരിക്കുന്നു, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി ആത്മീയമായിട്ട് വളർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഇതാ പൗലോസ് ശ്ലീഹ നമുക്ക് വേണ്ടി ഒരു മാനദണ്ഡം നൽകിയിരിക്കുകയാണ്. നീ എത്രത്തോളം സ്നേഹത്തിൽ വളർന്നിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് നിൻ്റെ ആത്മീയതയുടെ വളർച്ച അടങ്ങിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല. നീ എത്ര കൊന്ത ചൊല്ലിയെന്നോ കുരിശിൻ്റെ വഴി ചൊല്ലിയെന്നോ നീ എത്രത്തോളം കരങ്ങൾ ഉയർത്തിയെന്നുള്ളതല്ല നിൻ്റെ ആത്മീയതയുടെ മാനദണ്ഡം. മറിച്ച് നിൻ്റെ ജീവിതത്തിൽ നീ എത്രത്തോളം സ്നേഹത്തിൽ വളർന്നു എന്നുള്ളതാണ് ആത്മീയതയുടെ മാനദണ്ഡം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ കൃത്യമായിട്ട് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്, സ്നേഹമായിരിക്കട്ടെ നിൻ്റെ ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യവുമില്ല. സ്നേഹത്തിൽ എത്രത്തോളം വളരുന്നു എന്നതിനെ ആശ്രയിച്ച് നിൻ്റെ ആത്മീയതയെ നിനക്കളക്കാൻ സാധിക്കും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത പ്രശ്നങ്ങളെയും സമസ്ത ജീവിത അനുഭവങ്ങളെയും ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കൊന്ന് അളന്നു നോക്കാം. സ്നേഹത്തിൻ്റെ വളർച്ചയെ അളക്കുന്നതനുസരിച്ച് നമ്മുടെ മുമ്പിൽ ആ പ്രശ്നത്തിനുള്ള ഉത്തരവും വന്നുകൊണ്ടിരിക്കും. നീ ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തെ ഓർത്തുകൊണ്ട് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഒരുപക്ഷെ നിൻ്റെ കുടുംബത്തിൽ നീയും ജീവിത പങ്കാളിയും തമ്മിലുള്ള വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം നിൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തു ചെയ്യും? സങ്കടമാണ്, ഉത്തരമില്ല. എന്നാൽ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പൗലോസ് ശ്ലീഹ ഒരു മാർഗം നിനക്ക് നൽകുകയാണ്. നീ പള്ളിയിൽ പോകുന്ന വ്യക്തിയല്ലേ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ, ഈശോയെന്ന് വിളിക്കുന്ന വ്യക്തിയല്ലേ? അങ്ങനെയുള്ള നിനക്ക് ഈ ഒരു കാര്യത്തെ നിനക്കൊന്ന് അളക്കാമോ? സ്നേഹത്തിൽ എത്രത്തോളം നീ വളർന്നിട്ടുണ്ട്? അങ്ങനെ നീ ആ ചോദ്യം ചോദിക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? നിനക്ക് കിട്ടുന്ന ഒരു ഉത്തരം എന്തെന്നറിയാവോ? ആ പ്രശ്നത്തിനുള്ള ഒരു പോംവഴി കർത്താവ് നിനക്ക് വേണ്ടി നൽകും എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് വലിയ പ്രതിസന്ധിയുടെ നടുവിലും ഈ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. ഈ ചോദ്യം ചോദിക്കുന്നതനുസരിച്ച് കർത്താവിൻ്റെ വലിയ ഉത്തരം നമുക്ക് വലിയ വെളിപ്പെടുത്തലുകളായി നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും ഈ ചോദ്യം നമുക്ക് ഉത്തരം നൽകും, അത് ഉറപ്പാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. പഴയ നിയമ ചരിത്രം നീ വായിച്ചു നോക്കുക. ദൈവം മനുഷ്യൻ്റെ കൂടെ നടന്നിരുന്നു. പുതിയ നിയമ ചരിത്രത്തിലേക്ക് എത്തുമ്പോൾ കൂടെ നടന്നിരുന്ന ദൈവം സ്നേഹമായി ഇതാ നിൻ്റെ ജീവിത വഴികളിൽ ഇതാ അവതരിക്കുന്നു. ആ സ്നേഹമായിട്ട് അവതരിക്കുന്ന ദൈവം അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തു നിൻ്റെ പ്രശ്നങ്ങൾക്ക് ഓരോ മേഖലയിലും ഉത്തരം നൽകിക്കൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. വചനം വായിക്കുന്നതനുസരിച്ച് അതിനുള്ള ഉത്തരം നിനക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ അടുത്ത നാളിൽ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതനായ വൈദികൻ ഈ വിഷയത്തോട് ചേർന്ന് പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെയാണ്. ഒരു ധനികനായ മനുഷ്യൻ ധ്യാനം കൂടാൻ വന്നു. ധ്യാനം കഴിഞ്ഞിട്ട് ഇദ്ദേഹം പോകുന്നില്ല. ഇദ്ദേഹം വന്ന് ഈ അച്ഛൻ്റെ അടുക്കൽ, അച്ഛൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്, അച്ഛൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, അച്ഛാ എനിക്ക് ഈ ധ്യാന കേന്ദ്രത്തിൽ കുറച്ച് ദിവസം കൂടെ താമസിക്കണം. ഉടനെ തന്നെ ഈ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ ചോദിച്ചു, അതെന്തിനാ? അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, അച്ഛാ ഞാനൊരു വ്യവസായിയാണ്, പുറമേ ഞാൻ സാമ്പത്തികമായിട്ട് വലിയ ശേഷിയുള്ള വ്യക്തിയാണെന്നാണ് എല്ലാവരുടെ വിചാരം. എന്നാൽ സത്യം പറയാമല്ലോ അച്ഛാ, ഇപ്പോൾ വീട്ടിൽ പോകാൻ പറ്റിയ സമയമല്ല, വീട്ടിൽ പോകാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. കാരണം എൻ്റെ സാമ്പത്തിക മേഖല മുഴുവൻ വല്ലാത്ത ഒരു ഇടിവിലാണ്. അച്ഛൻ ഞാൻ കുറേ പേർക്ക് പണം കൊടുക്കാനുണ്ട്. ഈ കൊടുക്കാനുള്ള പണത്തിൻ്റെ ഭാരം ഓർത്തിട്ട് എനിക്കാകെപ്പാട് ഇരിക്കപ്പുറതിയില്ല അച്ഛാ. അച്ഛൻ ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കൊടുത്തു തീർക്കാനുള്ള ഉമ്മാരെല്ലാവരും കൂടെ വീട്ടിൽ വന്നു വളയും. എൻ്റെ കയ്യിൽ ഒരു മാർഗവും ഇല്ല.
ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നത് ഈ വിഷയത്തിനൊരു ഉത്തരം കണ്ടെത്താനാണ്. അച്ഛാ സത്യം പറയാമല്ലോ, ധ്യാനമൊക്കെ ഞാൻ 3-4 ദിവസത്തേത് കൂടി, പക്ഷേ ഇതിനുള്ള ഉത്തരവൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ധ്യാനപ്രസംഗങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ ഇല്ല. ഒരു വശത്തുകൂടെ ഞാൻ കേട്ടു, മറ്റേ വശത്തുകൂടെ പോയി. കാരണം എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എനിക്ക് വളരെ വലുതാണ്. അതുകൊണ്ട് അച്ഛാ, എനിക്ക് കുറച്ച് ദിവസം ഇവിടെ താമസിക്കണം. ഞാൻ നോക്കിയിട്ടതാണ് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം. പലർക്കും അങ്ങനെയാണല്ലോ, ധ്യാനകേന്ദ്രം ഒരു സേഫായിട്ടുള്ള സ്ഥലമാണ്. മറ്റു പല ബാധ്യതകളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം. അപ്പോൾ ഈ അച്ഛൻ, ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ ഈ വ്യക്തിയോട് പറഞ്ഞു, സഹോദരൻ താമസിച്ചോ, കുഴപ്പമില്ല, എത്ര ദിവസം വേണമെങ്കിലും താമസിച്ചോ, നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ധ്യാനഗുരു അച്ഛൻ ചോദിച്ചു, ആ വ്യക്തിയോട് ചോദിച്ചു, അല്ല എത്ര രൂപയുടെ കടബാധ്യതയുണ്ട്? ഉടനെ തന്നെ ആ വ്യക്തി അച്ഛനോട് പറഞ്ഞു, അതിപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ശരിയാ, അച്ഛനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ അച്ഛന് അത് വല്ലതും വീട്ടിൽ തീർക്കാൻ പറ്റൂ. അപ്പോൾ ഈ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നോട് പറഞ്ഞില്ലെങ്കിലും പോട്ടെ, ചേട്ടൻ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നു 4-5 ദിവസം ധ്യാനിച്ചു, എന്നാൽ അത് ഈശോയോട് പറഞ്ഞോ? ഉടനെ തന്നെ ആ വ്യക്തി പറയുകയാണ്, ഞാൻ ഈശോയോട് പറഞ്ഞില്ല അച്ഛാ. കാരണം കുറച്ചു വല്ലതും ആയിരുന്നെങ്കിൽ ഈശോയോട് പറയാമായിരുന്നു. എന്നാൽ എൻ്റെ അച്ഛോ, ഇത് വലിയൊരു തുകയാണ്. 5-10 ലക്ഷമായിരുന്നെങ്കിൽ ഈശോയോട് പറയാമായിരുന്നു, നമുക്കതൊരു കൈകാര്യം ചെയ്യാമായിരുന്നു. പക്ഷേ ഇതെന്താ പ്രശ്നം? ഇത് വലിയൊരു തുകയാണ്. അച്ഛൻ കേട്ടാൽ ഞെട്ടരുത്. അച്ഛാ, 2.5 കോടി രൂപയുടെ വലിയൊരു ബാധ്യതയുടെ നടുവിലാണ് ഞാൻ. ഇത് കേട്ടപ്പോൾ അച്ഛനും ഞെട്ടി. ഈ കണ്ടാൽ ഈ മനുഷ്യന് തോന്നത്തില്ല 2.5 കോടിയുടെ കടബാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഈ അച്ഛനോട് ഇദ്ദേഹം പറയുക, അച്ഛാ, ഈ ദിവസങ്ങൾ മുഴുവൻ ഈ ധ്യാനകേന്ദ്രത്തിൽ വന്നിരുന്ന് സകല ശുശ്രൂഷയിലും പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ തലയിൽ ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2.5 കോടി എങ്ങനെ വീട്ടിൽ തീർക്കും? ഈ 2.5 കോടി എങ്ങനെ വീട്ടിൽ തീർക്കും? ഉറങ്ങാൻ പറ്റിയിട്ടില്ല, വളരെ അസ്വസ്ഥനാണ് ഞാൻ, എന്തു ചെയ്യും? അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഈ ധ്യാനഗുരു അച്ഛൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഈ 2.5 കോടി എങ്ങനെ വീട്ടിൽ തീർക്കാം എന്നല്ലേ? താങ്കളൊരു കാര്യം ചെയ്യും, ആ ചോദ്യം ഒന്ന് മാറ്റിപ്പിടിക്കുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ചോദ്യമല്ലാതെ പിന്നെ എന്ത് ചോദ്യമാണ് ഞാൻ ചോദിക്കാനുള്ളത്? ഇതെൻ്റെ പ്രശ്നമാണ്. അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അച്ഛ, ഇതെൻ്റെ ജീവിത പ്രശ്നമാണ്. 2.5 കോടി എന്ന് പറഞ്ഞ നിസ്സാരപ്പെട്ട കാര്യമാണോ? ഇതെന്ന് വീട്ടിൽ തീർക്കാൻ? എന്നെക്കൊണ്ടിത് വീട്ടിൽ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞു, ആ ചോദ്യം മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്ന ചോദ്യം ചേട്ടനൊന്ന് ചോദിച്ചേ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ആരോട് ചോദിക്കാൻ? ആരോടും ചോദിക്കേണ്ട, സ്വയം ചോദിക്കുക. ചോദ്യം ഇതാണ്, ഞാൻ സ്നേഹത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ട്? ഈ ചോദ്യം ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞു, കണ്ണടച്ചിരുന്നിട്ട് സഹോദരൻ ചോദിക്കുക, സ്നേഹത്തിൽ ഞാൻ എത്രത്തോളം വളർന്നിട്ടുണ്ട്? അദ്ദേഹം മറുപടിയൊന്നും പറയാതെ നിൽക്കുകയാണ്. അദ്ദേഹം ചോദിച്ച മറ്റൊരു കാര്യം, അച്ഛാ, ഈ ചോദ്യം ചോദിച്ചാൽ എൻ്റെ പ്രശ്നം തീരുമോ? അച്ഛാ, 2.5 കോടിയുടെ പ്രശ്നമാണ്. ഈ പ്രശ്നം ഞാൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരുമോ? ഉടനെ തന്നെ അച്ഛൻ അടുത്ത ഒരു കാര്യം പറഞ്ഞു, ഈ ചോദ്യം ചോദിക്കുന്നതനുസരിച്ച് സഹോദരൻ്റെ പ്രശ്നങ്ങൾക്ക് ഒന്നിനു പിറകെ ഒന്നായി ഉത്തരങ്ങൾ കിട്ടാൻ തുടങ്ങും. ഈ സാമ്പത്തിക കടബാധ്യതയുള്ള മനുഷ്യനത് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, അച്ഛനിങ്ങനെയൊക്കെ പറയാം, അച്ഛൻ ഇതിൻ്റെ വിഷമമെല്ലാം മനസ്സിലാവണുണ്ടോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട ധ്യാനഗുരു അടുത്തൊരു കാര്യം ഇദ്ദേഹത്തോട് ചോദിച്ചു, സഹോദരൻ്റെ ഭാര്യയ്ക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് അറിവുണ്ടോ? അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, കുറച്ചൊക്കെ അറിയാം. എന്നതിൻ്റെ അർത്ഥം എന്താണ്? പരസ്പരം പ്രോപ്പറായി വേണ്ടത്ര രീതിയിൽ ഇവർ തമ്മിൽ ഷെയറിംഗ് ഇല്ല. ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അവളോടത് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല അച്ഛാ, ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീണ്ട വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിത് അവളോടൊന്നും പറയാറൊന്നുമില്ല. വേണ്ടത്ര രീതിയിൽ പരസ്പരം ഷെയറിംഗ് ഇല്ല. ധ്യാനഗുരു പറഞ്ഞു, സഹോദരനൊരു കാര്യം ചെയ്യും,
ആദ്യം തന്നെ വീട്ടിൽ പോയിട്ട് ഭാര്യയെ വിളിച്ചുകൊണ്ട് വാ, അടുത്ത ആഴ്ചത്തെ ധ്യാനം കൂടുക. അതിന് മുമ്പായിട്ടോ അതിന് ശേഷമോ ഭാര്യയോട് ഈ വിവരം പറയുക. ഈ വ്യക്തി പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാനതെങ്ങാനും എൻ്റെ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവൾ എന്നെ തല്ലിക്കൊല്ലും, ഇല്ലെങ്കിൽ എന്നെ ഇട്ടിട്ട് പോകും. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. അതുകൊണ്ട് അവളോട് പറയുന്ന കാര്യം എനിക്ക് പേടിയാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇതൊരു ബോംബല്ല അച്ഛാ. അവൾ കേട്ട് കഴിഞ്ഞാൽ അവൾ വെറുതെ ഇരിക്കുമോ? 2.5 കോടി വീട്ടിൽ തീർക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അവൾ വെറുതെ ഇരിക്കുമോ? അച്ഛൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞാനീ പറയുന്ന പോലെ ഒന്ന് ചെയ്യ്. പോയി ഭാര്യേനെ വിളിച്ചോണ്ട് വാ. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ പോയി ഭാര്യേനെ വിളിച്ചോണ്ട് വന്നു. ധ്യാനം കൂടി. ധ്യാനത്തിൻ്റെ തുടക്കത്തിലൊന്നും പറഞ്ഞില്ല. ധ്യാനം കഴിഞ്ഞപ്പോൾ ഭാര്യേനെ കൂട്ടിക്കൊണ്ട് ധ്യാനഗുരുവിൻ്റെ അടുക്കൽ വന്നു. ഈ അച്ഛൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്കൊന്ന് സംസാരിക്കാനുണ്ട്. അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ പുറത്തു പോയിട്ട് നിങ്ങൾ തന്നെ ആദ്യം സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ തീർക്കുക, എന്നിട്ട് വാ. പ്രിയപ്പെട്ടവരെ, ഈ ഭർത്താവ് ഈ ഭാര്യയെ വിളിച്ച് ചേർത്തിരുത്തി ജീവിതത്തിൻ്റെ ഇന്നലകളിലുണ്ടായ എല്ലാ സംഭവങ്ങളും ഒന്നിനു പിറകെ ഒന്നായി ഓരോ കാര്യങ്ങളും ഈ ഭാര്യയോട് പറഞ്ഞ് ആ പറച്ചലിനിടയിൽ 2.5 കോടിയുടെ സാമ്പത്തിക കടബാധ്യതയും ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു. ഈ ഭാര്യ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കടബാധ്യതയെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, കടബാധ്യത അത് വളരെ വലുതാണെങ്കിലും ചേട്ടാ, അത് നമുക്ക് വീട്ടിൽ തീർക്കാം. ചേട്ടൻ വിഷമിക്കേണ്ട ചേട്ടാ, ചേട്ടൻ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട്. ചേട്ടാ വിഷമിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്. ചേട്ടാ, ചേട്ടനോട് എനിക്ക് സ്നേഹം കൂടുതലേ ഉള്ളൂ. ചേട്ടൻ ഇപ്പോഴെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞല്ലോ. വളരെ സന്തോഷത്തോടുകൂടെ ധ്യാനഗുരുവിനെ കണ്ടു. ആ മനുഷ്യനൊരു തീരുമാനമെടുത്തു, അച്ഛൻ്റെ പക്കൽ ഞാൻ ഒരിക്കൽ വന്നിരുന്നത്, ഞാൻ തിരിച്ചു പോകുന്നില്ല, ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുകൊണ്ട് എൻ്റെ കടബാധ്യത എല്ലാം അവിടെ ഇരിക്കട്ടെ, ഞാനിങ്ങനെ ഒളിച്ചു ജീവിച്ചോളാം എന്നാണ്. എന്നാൽ ഇന്ന് ഈ ധ്യാന മന്ദിരത്തിൽ വെച്ചൊരു തീരുമാനമെടുക്കുന്നു, ഞാൻ തിരിച്ചു പോവുക. ഒറ്റയ്ക്കല്ല, എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൂടെയുണ്ട്. അവൾക്കെല്ലാം അറിയാം അച്ഛാ, ഞാനെല്ലാം പറഞ്ഞു. അച്ഛാ, ഇപ്പോൾ എനിക്കൊരു ബോധ്യം കിട്ടി, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എന്നെ അറിയുന്ന ഒരാളുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. എന്നതുമാത്രമല്ല, ഞങ്ങളെ രണ്ടുപേരെയും ചേർത്ത് നിർത്തിയ തമ്പുരാൻ കർത്താവുണ്ട്. എന്നിട്ട് ആ മനുഷ്യൻ പൗലോസ്ലീഹ പറഞ്ഞ വചനം ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ദൈവം കൂടെയുണ്ടെങ്കിൽ ആർക്ക് തോൽപ്പിക്കാനാവും? ധൈര്യപൂർവ്വം ഈ ഭാര്യയും ഭർത്താവും പോയി. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അവർ വളരെയധികം കഷ്ടപ്പെട്ടു. സാവധാനം സാമ്പത്തിക ബാധ്യതകൾ അവരിങ്ങനെ സാവധാനം തീർത്തുവെന്നും പിന്നീട് ഈ അച്ഛനെ വന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, കടബാധ്യതകൾ മുഴുവൻ തീർന്നിട്ടില്ലെങ്കിലും ഇപ്പോൾ ജീവിതത്തിൽ മുമ്പോട്ട് ജീവിക്കാം, സമാധാനമുണ്ട്, ദൈവം കൂടെയുണ്ട്, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു വയ്ക്കുന്ന ഒരു സംഭവം, ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ ഒരു വ്യക്തി ഈ ചോദ്യം ചോദിച്ചതോടുകൂടി ആ വ്യക്തിയുടെ മുമ്പിൽ ആ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും ചെറുത് മാത്രമല്ല, ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും നിനക്ക് ഈ ചോദ്യം ചോദിക്കാം. സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, ഏതൊരു വലിയ പ്രതിസന്ധിയുടെ നടുവിലും ഈ ചോദ്യം ചോദിക്കുക, ഞാൻ എത്രത്തോളം സ്നേഹത്തിൽ വളർന്നിട്ടുണ്ട്? ജീവിത പങ്കാളിയുമായിട്ട് നിനക്കൊരു അസ്വസ്ഥതയുണ്ടോ? നീ ചോദിക്കുക ഈ ചോദ്യം, ഞാൻ എത്രത്തോളം സ്നേഹത്തിൽ വളർന്നിട്ടുണ്ട്? ഈ ചോദ്യം ചോദിക്കുന്നതനുസരിച്ച് നിനക്ക് നിൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റും. കാൽവരി മലയിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ മരണവേദന അനുഭവിച്ച സമയത്തും ഈ ചോദ്യം ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് നെഞ്ചിൽ കുത്തേൽക്കപ്പെട്ടപ്പോഴും ഈശോയ്ക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? കുത്തിയവനെ ഈശോ സുഖപ്പെടുത്തി. കുരിശിനെ താഴെ നിന്നിരുന്ന പരിശുദ്ധ അമ്മയും യോഹന്നാനും അമ്മയെ പിടിച്ച് യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തു, ആശ്വാസം പകർന്നു കൊടുത്തു. കൂടെ കുരിശിൽ കിടന്ന് മരിച്ച കള്ളനെ ഈശോ ആശ്വാസം കൊടുത്തു. എന്ന് പറയുമ്പോൾ മരണവേദന അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോഴും ഈശോ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഞാൻ എത്രത്തോളം സ്നേഹത്തിൽ വളരുന്നു? ആ ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് ഈശോയ്ക്ക്, പരിശുദ്ധ അമ്മയ്ക്ക് അപ്രകാരമുള്ള ഒരു സ്നേഹവാത്സല്യം കൊടുക്കാൻ പറ്റിയത്. അങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് കൂടെ കിടന്നിരുന്ന ഈ കള്ളനെ ആശ്വസിപ്പിക്കാൻ പറ്റിയത്.
മുറിവേൽപ്പിച്ചവന് സൗഖ്യം കൊടുക്കാൻ പറ്റിയത് എന്ന് വെച്ചാൽ നിൻ്റെ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും നിനക്ക് ഈ ചോദ്യം ചോദിക്കാം, ഞാൻ സ്നേഹത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ട്? ഭക്തിയല്ല വേണ്ടത്, മറിച്ച് ആത്മീയത. ഈ ആത്മീയതയുടെ അളവുകോൽ എന്ന് പറയുന്നത് സ്നേഹത്തിൽ എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനം 14-ാം അധ്യായം 1-ാം വചനത്തിൽ പറയുന്നു, സ്നേഹമായിരിക്കട്ടെ നിൻ്റെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഓരോ ജീവിതാനുഭവങ്ങളും ഈ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വിലയിരുത്താം. തീർച്ചയായും ദൈവം ആത്മീയ മേഖലയിൽ സ്നേഹ അഭിഷേകം നൽകിക്കൊണ്ട് നമ്മളെ വളർത്തും. തീർച്ചയായും ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാം. ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.